പുലർച്ചെ ടാപ്പിങ്ങിനിറങ്ങുന്നവർക്ക് റബ്ബർ തോട്ടങ്ങളിലെ ഉണങ്ങിയ ഇലകൾക്കിടയിൽ ഒളിഞ്ഞിരിക്കുന്ന അണലികൾ വലിയ ഭീഷണിയാണ്. ഭക്ഷണം തേടിയെത്തുന്ന എലികൾക്ക് പിന്നാലെ പാമ്പുകൾ നമ്മുടെ വീടിന്റെ ഉള്ളറകളിലേക്ക് വരെ ഇന്നെത്തിച്ചേരുന്നു. മുറ്റത്തുപേക്ഷിക്കുന്ന കളിപ്പാട്ടങ്ങൾക്കുള്ളിൽ കുഞ്ഞു പാമ്പുകൾ ഒളിഞ്ഞിരിക്കുന്നത് പലപ്പോഴും മാതാപിതാക്കളുടെ ശ്രദ്ധയിൽപ്പെടാറില്ല. വീടിനുള്ളിലെ പൈപ്പുകളും ഡ്രെയിനേജ് ഹോളുകളും വഴി പാമ്പുകൾ ബാത്റൂമുകളിലും വാഷിംഗ് മെഷീനുകളിലും പ്രത്യക്ഷപ്പെടുന്നുവോ? രാവിലെ സ്കൂളിൽ പോകുന്നതിന് മുൻപ് കുട്ടികളുടെ ബാഗും ഷൂസും പരിശോധിക്കുന്നത് ഇന്നൊരു അനിവാര്യതയായി മാറിയിരിക്കുന്നു. ജനവാസമില്ലാത്ത പറമ്പുകളും കൃത്യമായി വൃത്തിയാക്കാത്ത വീടിന്റെ പരിസരവും പാമ്പുകൾക്ക് സുരക്ഷിതമായ താവളമൊരുക്കുന്നു. പ്രളയത്തിന് ശേഷം കേരളത്തിലെ പലയിടങ്ങളിലും പാമ്പുകളുടെ സാന്നിധ്യം ക്രമാതീതമായി വർദ്ധിച്ചിട്ടുണ്ട്. കടിയേറ്റാൽ കൃത്യസമയത്ത് ആശുപത്രിയിൽ എത്തിക്കുക എന്നതാണ് ജീവൻ രക്ഷിക്കാനുള്ള ഏക പോംവഴി. രാത്രികാലങ്ങളിൽ വെളിച്ചമില്ലാതെ പുറത്തിറങ്ങുന്നത് പാമ്പ് കടിയേൽക്കാനുള്ള സാധ്യത വളരെയധികം വർദ്ധിപ്പിക്കുന്നു. വാഹനങ്ങളുടെ എഞ്ചിൻ ഭാഗങ്ങളിലെ ചൂട് തേടിയെത്തുന്ന പാമ്പുകൾ യാത്രക്കാർക്ക് വലിയ ഭീഷണിയാകുന്നു. കിണറുകളിലും ജലസ്രോതസ്സുകളിലും പാമ്പുകൾ വീഴുന്നത് കുടിവെള്ളം മലിനമാകാനും അപകടങ്ങൾക്കും കാരണമാകുന്നു. തെങ്ങിൻ തടങ്ങൾ വൃത്തിയാക്കുമ്പോൾ കർഷകർ അതീവ ജാഗ്രത പാലിക്കണം. കാരണം അണലികളുടെ പ്രിയപ്പെട്ട ഇടമാണിത്. വിദ്യാലയമുറ്റങ്ങളിൽ പാമ്പുകൾ എത്തുന്നത് തടയാൻ സ്കൂൾ പരിസരം കാടുപിടിക്കാതെ സൂക്ഷിക്കേണ്ടതുണ്ട്. ഉപയോഗശൂന്യമായ സാധനങ്ങൾ കൂട്ടിയിട്ടിരിക്കുന്ന സ്റ്റോർ റൂമുകൾ പാമ്പുകളുടെ താവളമായി മാറാൻ സാധ്യതയുണ്ട്. ഇരുണ്ടതും തണുപ്പുള്ളതുമായ ഇടങ്ങൾ തേടിയെത്തുന്ന പാമ്പുകൾ അലമാരകൾക്കുള്ളിലും ഒളിച്ചിരിക്കാറ്റ്. തൊഴുത്തുകളിലെ വൈക്കോൽ കൂനകൾക്കിടയിൽ പാമ്പുകൾ പതുങ്ങിയിരിക്കുന്നത് കന്നുകാലികൾക്കും മനുഷ്യർക്കും ഒരുപോലെ ആപത്താണ്. ചെടിച്ചട്ടികൾക്കടിയിലെ നനവുള്ള ഭാഗം പാമ്പുകൾ മുട്ടയിടാൻ തിരഞ്ഞെടുക്കുന്ന പ്രധാന ഇടമാണ്. പാമ്പുകളെക്കുറിച്ചുള്ള വ്യാജവാർത്തകളും അന്ധവിശ്വാസങ്ങളും പലപ്പോഴും ശരിയായ സുരക്ഷാ മുൻകരുതലുകൾ എടുക്കുന്നതിൽ നിന്ന് നമ്മെ തടയുന്നു. പാമ്പിനെ കണ്ടാൽ സ്വയം പിടിക്കാൻ ശ്രമിക്കാതെ പരിശീലനം സിദ്ധിച്ച റെസ്ക്യൂ ടീമിനെ വിവരം അറിയിക്കുക. പാമ്പ് കടിയേറ്റാൽ മന്ത്രവാദത്തിന് പിന്നാലെ പോകാതെ ആന്റിവെനം ലഭ്യമായ ആശുപത്രിയിൽ ഉടൻ എത്തിക്കുക. ഉയരമുള്ള കട്ടിലുകളിൽ ഉറങ്ങുന്നതും കാറ്റുള്ള സാഹചര്യവും പാമ്പുകൾ കട്ടിലിൽ കയറുന്നത് ഒരു പരിധിവരെ തടയും. വളർത്തുമൃഗങ്ങളുടെ അസ്വാഭാവികമായ പെരുമാറ്റം ശ്രദ്ധിച്ചാൽ പാമ്പുകളുടെ സാന്നിധ്യം മുൻകൂട്ടി അറിയാൻ സാധിക്കും. സുരക്ഷിതമായ ഒരു നാളേക്കായി ഈ അറിവുകൾ മറ്റുള്ളവരിലേക്കും പങ്കുവച്ചു. കൂടുതൽ ഉപകാരപ്രദമായ വീഡിയോകൾക്കായി ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ.